നമസ്കാരം. ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആണുങ്ങളാണെങ്കിലും ശരി, പെണ്ണുങ്ങളാണെങ്കിലും ശരി, യുവാക്കളാണെങ്കിലും ശരി, യുവതികളാണെങ്കിലും ശരി, മധ്യവയസ്കരാണെങ്കിലും ശരി, മധ്യവയസ്കാണെങ്കിലും ശരി, വൃദ്ധനാണെങ്കിലും ശരി, മുത്തശ്ശിയാണെങ്കിലും ശരി, നമ്മളെ നാട് പോലെ ഒരു പോക്കാ ഞാൻ ആലോചിക്കുന്നു. ഒരച്ഛനും ഒരമ്മയും ഒരാൺകുട്ടിയുമായിട്ട് എൻ്റെ അടുത്ത് വരും. ഇന്ന് നടന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ പലതും നോക്കുമല്ലോ, എള്ളും അരിയും ഇട്ട് നമ്മളതിൻ്റെ ലക്ഷണം നോക്കും. ലക്ഷണം നോക്കിയിട്ട് ഞാൻ കൂടി കേട്ടു. വിവാഹ സംബന്ധമായ കാര്യം മാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. ഒരു സ്ത്രീയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെക്കുറിച്ച് അറിയാനല്ലേ വന്നത്. ഇദ്ദേഹം സംഗീതമായിട്ട് ബന്ധമുണ്ട്, അത് അദ്ദേഹം പാടുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ജോലി, ഇദ്ദേഹം അധ്യാപകനാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം ഈ പറയുന്നത്. നിങ്ങൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും കേൾക്കണം, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കേൾക്കണം. പാവം ഒരു അച്ഛനും അമ്മയും. എന്താണ് വിഷയം? ഈ ഇദ്ദേഹത്തിന് 10-32 വയസ്സായി. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് വരെ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കാത്ത ഒരാൾ. സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛനമ്മമാരുടെ അനുസരണയുള്ള പയ്യൻ, അനുസരണയുള്ള കുട്ടി, മകൻ, നല്ല അച്ഛനും അമ്മയും. അവരുടെ മുഖത്തൊരു സംഘർഷമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 1-2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സഹപാഠിയായ ഒരു അധ്യാപികയുടെ പടം എന്നെ കാണിച്ചു. ഏറ്റവും അവസാനമാണ് കാണിച്ചത്. അധ്യാപിക ഇദ്ദേഹത്തിനൊരു വിവാഹം ആലോചിക്കുന്നു. ഈ നമ്മുടെ ചെറുപ്പക്കാരനായ അധ്യാപകന്, പാട്ടുകാരന്. അവർ വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമാണ്. എന്നിട്ട് അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പെൺകുട്ടി അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ആ പെൺകുട്ടി പറയുന്നതൊക്കെ ഈ ടീച്ചറിലൂടെ ഈ ചെറുപ്പക്കാരനിലേക്ക് സ്വപ്നങ്ങൾ കൊടുക്കുന്നു. ഇന്ന പാട്ട് പാടൂ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പാട്ട് ഈ സ്ത്രീക്ക് പാടിക്കൊടുക്കുകയും ഇത് അവൾക്ക് അയച്ചു കൊടുക്കുകയും അവളുടെ മെസ്സേജായിട്ട് അയച്ചതായിട്ട് ഈ കുട്ടിക്ക് അയക്കുകയും ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരൻ സ്വപ്നങ്ങൾ കാണുകയാണ്. ആ പെൺകുട്ടിയുടെ പടം എന്നെ കാണിച്ചു. ഈ വീടിന് അപ്പുറത്ത് താമസിക്കുന്ന പെൺകുട്ടി. ഈ പയ്യന് ഭ്രാന്തായിപ്പോയി. പാട്ട് പാടുന്നു. ഈ പെൺകുട്ടി, ഈ ടീച്ചർ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ ഈ അധ്യാപിക അച്ഛനമ്മമാരോട് പറയുന്നു, ഗൃഹനില അയക്കുന്നു, 9 പൊരുത്തമുണ്ടെന്ന് പറയുന്നു. ആ കുട്ടിക്ക് സമയം വേണമെന്ന് പറയുന്നു. ഒറ്റ പ്രാവശ്യം കാണുള്ളൂ, ഉടനെ തന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് പറയുന്നു. ഈ ആൺകുട്ടിക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. ഒന്ന് ആലോചിക്കും. ഒരു ചെറുപ്പക്കാരൻ, ഇന്നത്തെ കാലമാണ്, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, ഒരു അച്ഛനും അമ്മയുടെ ഒറ്റ മകനായി ജനിച്ച് ഡാൻസും പാട്ടും, പിന്നെ ഗാനം നന്നായിട്ട് പാടും. അധ്യാപകനാണ്. ഈ പെൺകുട്ടിയിൽ സ്വപ്നം കാണുന്നു. മറ്റേ പെൺകുട്ടിയെ പല പ്രാവശ്യം കാണാൻ ശ്രമിച്ചെങ്കിലും ചെറിയ ഒഴിവുകളൊക്കെ പറഞ്ഞിട്ട് അവളെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ ഇവളിലൂടെ ഈ ചെറുപ്പക്കാരൻ എത്തിക്കുന്നു. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ആൺകുട്ടികളുണ്ടല്ലോ, ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ടല്ലോ. എന്നാൽ ഇദ്ദേഹത്തിനെ കാണാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം മെസ്സേജ് ഇടുന്നു, ഇന്നടുത്ത് വെച്ച് ഞാൻ കണ്ടല്ലോ, ഇങ്ങനെയാണ്. ഇതെല്ലാം മെസ്സേജുകളാണ്. ഈ പാട്ട് പാടാൻ പറയുന്നു. ഈ ചെറുപ്പക്കാരൻ രാത്രി പാടുന്നു. 1-2 വർഷമായി. 1-2 വർഷം ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സ് മുഴുവൻ ഈ പെൺകുട്ടി ഇങ്ങോട്ട് അവൾ ആത്മനിർവൃതിയിൽ ജീവിക്കുക. അത് ഈ ടീച്ചർ, ഈ ഇടയ്ക്ക് നിൽക്കുന്ന വിവാഹം കഴിഞ്ഞ സ്ത്രീ ആത്മനിർവൃതിയിലാണ്ട് ഇയാൾ കാണുന്ന പാട്ടും. എന്നിട്ട് ഇതിങ്ങനെ ഈ അച്ഛനമ്മമാരെ ധരിപ്പിക്കുന്നു. അച്ഛനമ്മമാർ അറിയുന്നു, കല്യാണം ആലോചിക്കാൻ നടത്തുന്നു. വേറെ പ്രപ്പോസലുകൾ പലതും വന്നിട്ട് ആലോചിക്കുന്നില്ല. ഇതിങ്ങനെ പോയി അവസാനം എന്താണ്? എൻ്റെ അടുക്കൽ എത്തുവാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി സത്യം. അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല. ഇത് AI-യിൽ ഉണ്ടാക്കിയതാണ്. ഈ പെൺകുട്ടി AI-യിൽ ഉണ്ടാക്കിയ പെൺകുട്ടിയാണ്. ഇത് ഏതോ സിനിമാ നടിയുടെ ഫേസുമായിട്ട് ചേർന്നതാണ്. അതുപോലെ ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളെ ഈ കാഴ്ച പെൺകുട്ടി യഥാർത്ഥത്തിൽ ഈ ടീച്ചറിനാണ്, ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ഈ ടീച്ചറിനാണ് ഇദ്ദേഹത്തിനുള്ള പ്രണയം. ജീവിതത്തിൽ ഒരിക്കലും ഈ വിവാഹം കഴിക്കരുത്. ഇവന്റെ വിവാഹ ജീവിതം മുഴുവൻ തകർക്കണം. അവന്റെ രഹസ്യങ്ങളെല്ലാം അവളിലൂടെ പറയുന്നുകൊണ്ട് പറഞ്ഞ് ഇവൾ സ്വീകരിക്കുന്നു. ഒന്ന് ആലോചിക്കും, എന്തോ ഒരു ബുദ്ധിയാണെന്ന് ആലോചിക്കണം. എന്നിട്ട് രാത്രികളിൽ ഈ പാട്ട് പാടാൻ പറയുന്നു. ഇദ്ദേഹം ഉറക്കമുളച്ചിരുന്ന് ഉറങ്ങാതെ പകൽ നേരം വെളുക്കണ വരെ ഈ പെൺകുട്ടിക്ക് പാട്ട് പാടുന്നു. അവിടെ ഭർത്താവ് വിദേശത്താണെന്ന് തോന്നുന്നു. നല്ലൊരു സ്ത്രീയാണത്. ഇപ്പൊ നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടി, ആ ടീച്ചറിന്റെ, സഹപാഠിയായ ടീച്ചറുടെ, ഒപ്പമുള്ള ടീച്ചറുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ, സങ്കല്പത്തിലുള്ള ചെറുപ്പക്കാരായിരിക്കും ഇത്. അവർ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ടായിപ്പോയി.
അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവർ പാട്ട് പാടുന്ന ഒരു ചെറുപ്പക്കാരനെ സ്വപ്നം കണ്ടുകിടും. മറ്റേ ആൾ പാട്ടെന്ന് പറഞ്ഞാൽ തലമുണ്ട ഉലക്കി കിടന്ന് നിർത്താണ്ട് അടിക്കും. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ ഈ പയ്യനിലൂടെ സാക്ഷാത്കരിക്കും. വേറെ രഹസ്യ ബന്ധങ്ങളൊന്നുമില്ല, ശാരീരികമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. പ്രണയത്തിന്റെ മറ്റേ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പയ്യൻ പലപ്പോഴും പറയുന്നുണ്ട്, ചെറുപ്പക്കാരൻ എനിക്ക് അവിടെ ഒന്ന് കാണണം, നിങ്ങളെ കണ്ടിരുന്നല്ലോ, നിങ്ങൾ ഇന്ന ഷർട്ടാണിൽ ഇട്ടേക്കെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. ആ മെസ്സേജ് ഇവളെ എഴുതി ഈ പയ്യൻ ഇട്ട് കൊടുക്കും. ഇത്രയും വിഡ്ഢിയായ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ആ പയ്യൻ നല്ലൊരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ നിസ്സഹായനായിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം, ഈ ടീച്ചറിനാണ് താങ്കളോട് പ്രണയം. അവരവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ഇത് ഭയങ്കര മാനസികമായ ഒരു തലമാണ്. ഈ വിവാഹം ജീവിതം നടക്കൂല. അവർക്ക് മനോരോഗമുണ്ട്, മാനസിക രോഗമാണ് അവർക്ക്. നിങ്ങളെ ജീവിതകാലം മൊത്തം മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം നിങ്ങൾ ജീവിക്കുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമല്ല. അറിയൂ, എന്തൊരു ഇതാണ്. ഇതേപോലെ സെയിം അഭിനയം ഒരു പുരുഷനും ഉണ്ടായിട്ടുണ്ട്, ഒരു സ്ത്രീക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പുരുഷൻ ഉണ്ടായതുപോലുള്ള അനുഭവം സ്ത്രീക്കും ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവും ഭാര്യയും കൂടെ പ്രണയിച്ച് ബാങ്ക് ജോലിയുള്ള രണ്ടുപേര് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയുടെ ഇളയ അനിയത്തി ബാംഗ്ലൂർ ജോലി ഉണ്ടായിരുന്ന പെൺകുട്ടി വന്നു. അവൾക്ക് പ്രണയം ഇഷ്ടമല്ല. കാരണം അവളുടെ കൂട്ടുകാരിയിലൊരാൾ പ്രണയിച്ച് വഞ്ചിക്കപ്പെട്ട ആത്മഹത്യ ചെയ്തുകൊണ്ട് അവൾ പ്രണയം ഇഷ്ടമല്ല, ജീവിതം കുറേ കാലം വിവാഹവും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഈ ഭാര്യയുടെ അനിയത്തി ബാംഗ്ലൂരിൽ ജോലിയാണ്. അപ്പോൾ ലിവിങ് ടുഗദറൊന്നും വേണ്ട, അല്ലെങ്കിൽ ആ കൂട്ടുകാരി വഞ്ചിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തതിന് ശേഷം മനസ്സിലുണ്ടാകുന്ന മരവിപ്പ്, ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് വളരെ കാലത്തിന് ശേഷം ഈ ബാങ്ക് ജോലിയുള്ള രണ്ടുപേരും ബാങ്കിലാണ്. ഭാര്യയുടെ അനിയത്തി വീട്ടിലേക്ക് വരുന്നു. കുറച്ചു കാലം ജോലിയൊന്നും വേണ്ട, റിലാക്സ് ചെയ്ത് ജീവിക്കാം, കുറച്ച് യാത്രയൊക്കെ പോകാം, കൂട്ടുകാരോടൊപ്പം യാത്രയൊക്കെ പോകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ചേട്ടൻ, ചേച്ചിയുടെ ഭർത്താവ്, വളരെ വാത്സല്യത്തോടുകൂടി പെരുമാറുന്നു. അച്ഛനില്ലാതെ വളർന്നതിൻ്റെ സ്നേഹം ഒരച്ഛനായിട്ട് ഭാര്യയുടെ അനിയത്തിയോട് പെരുമാറുന്നു. ആകെ വേണ്ട ബഹളം തന്നെ. ചുരിദാർ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. ചേച്ചിക്കൊന്നും തോന്നിയില്ല, നിൻ്റെ അനിയത്തി എന്ത് നല്ല പെൺകുട്ടിയാണ്, അവളോട് മാന്യമായി പെരുമാറുന്നു. ഏറ്റവും മാന്യമായ പെരുമാറ്റത്തിലൂടെ ജീവിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവളെ പൊതു സദസ്സിൽ വെച്ച് അല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ഇങ്ങനെ അവൻ ബാങ്കിൽ വന്ന ഒരു പുതിയ ചെറുപ്പക്കാരനാണ്, അവനും അവൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മളെ ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാണ്, നിൻ്റെ വിവാഹം ഒന്ന് ആലോചിക്കണം എന്ന് പറയുന്നു. വിവാഹം ആലോചിക്കണമെന്ന് പറയുന്നു. അപ്പോൾ പെൺകുട്ടി പറയും, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. പിന്നെന്താ, സംസാരിക്കാം. അങ്ങനെ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു. സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി ആ പെൺകുട്ടി അവനും തമ്മിൽ കണ്ടുമുട്ടുന്നു. അയാൾ ഗിത്താർ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. ഈ പെൺകുട്ടിക്ക് സംഗീതത്തോട് ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ചേട്ടൻ, സഹോദരിയുടെ ഭർത്താവ്, ആ വിവാഹത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കാമെന്ന് പറയുന്നു. അവർ തമ്മിൽ ഇഷ്ടമാകുന്നു. അയാൾ മാന്യമായി പെരുമാറുന്നു. രണ്ടുപേരും മാന്യമായി ഇയാളോട് പെരുമാറുന്നു. പക്ഷേ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നു, എനിക്ക് നിന്നെ മനസ്സിലാക്കാനുള്ള സമയം വേണം. ഈ ഗിത്താറിസ്റ്റായ പയ്യൻ, ബാങ്ക് ജോലിയുള്ള പയ്യൻ, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെ കൊണ്ടുപോയി കാണിക്കുന്നു, അമ്മയായിട്ട് സംസാരിക്കുന്നു. ചേട്ടൻ തന്നെ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ചേച്ചിയിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചുള്ള ആ കുട്ടി സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലാണ്. അങ്ങനെ ആ കുടുംബജീവിതത്തിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് കൊണ്ടുപോകും. പിന്നെ അറിയാലോ, ഇന്നത്തെ ജീവിതത്തിൽ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി തന്നെ വലിയ പെൺകുട്ടികൾ, നീ കന്യകയാണോ മോളോ എന്ന് ചോദിച്ചാൽ അല്ല. അതെന്താ സ്വാമി ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത്, ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ പണ്ടത്തെ കാലത്ത്, നമ്മുടെയൊക്കെ കാലത്ത് ഒരു പുരുഷനോടൊപ്പം മാത്രം ശയിച്ചാൽ മതി എന്ന് പറയുന്ന പെൺകുട്ടികൾ, ഇതിനേക്കാൾ ഇത് ചെറിയ 2% ഉള്ളൂ ഇങ്ങനെ എങ്ങനെ ജീവിക്കാൻ, വെസ്റ്റേൺ കൺട്രീസിൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത്. ഞാൻ പണ്ടൊരു പെൺകുട്ടിയെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഈ അമ്മ എന്നെ വിളിച്ച് കല്യാണം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടിയെ നിങ്ങളിപ്പോൾ എവിടെയാണ്? അവിടെ ഇങ്ങനെ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്, ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു. എന്നെ വിളിച്ച് ചോദിച്ചു, അവൾക്ക് എങ്ങനെ കല്യാണമൊന്നും ആയില്ല സ്വാമിജി, കല്യാണം വല്ലതും ആലോചിക്കണം. ഞാൻ പറഞ്ഞു, അവളെ എന്നെ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്ത് ആദ്യം ചോദിച്ചു, ഇയാൾ അമ്മയായോ? ആയി സ്വാമി, 2 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, അവർ കല്യാണം ആലോചിക്കുകയാണ് സ്വാമി, പിന്നെ അത് കണ്ടുപിടിക്കുമെന്നറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ജീവിക്കുകയാണ്, അങ്ങോട്ട് പോകുന്നില്ല.
എന്താണ് നമ്മൾ അമ്മയോട് പറയേണ്ടത്? ഭർത്താവ് മരിച്ച് മകളെ വളർത്തി വിട്ട് പഠിപ്പിച്ച് ബുദ്ധിമായിട്ട് വിട്ടു, ആ കുട്ടിക്ക് ഒരു സന്താനം ജനിച്ചു. അപ്പം ഞാൻ ഇനി ഒരു കല്യാണം വേണമോ? കല്യാണമൊന്നും വേണ്ട സ്വാമി, ഇതിങ്ങനെ കുട്ടിയെ ഒന്ന് വളർത്തിയെടുത്താൽ മതി എങ്ങനെങ്കിലും. ഇനി ഒരുത്തൻ്റെ പിടിയിലും പെടാൻ വയ്യ, നശിക്കാൻ വയ്യ. ഇതും ഉള്ള വളരെ ദാരുണമാണ് ചില പെൺകുട്ടികളുടെ അവസ്ഥ തന്നെ. എന്ത് പറയാനാണ്? എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനകളാണ് വരുന്നത്. എന്താണ് നമ്മുടെ ലോകം ഇങ്ങനെ ആയിപ്പോകുന്നത്? ആൺകുട്ടികൾ എന്താ ഇങ്ങനെ ആയിപ്പോകുന്നത്? പെൺകുട്ടികളെ വിശ്വസിച്ച് വഞ്ചിക്കുന്ന എന്തിനാണ്? പെൺകുട്ടികൾ വഞ്ചിക്കുന്ന ആൺകുട്ടികളില്ലേ? അതിലും ദാരുണമാണ്. എത്ര ആൺപിള്ളേരാണ് കരഞ്ഞ്, ചിലർ ഹൃദയം പൊട്ടി ഇനി വിവാഹമേ വേണ്ട എന്ന് പറയുന്ന എത്ര പേരാണ്. എന്നുള്ള ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിരുന്നു, അയ്യോ സ്വാമി കല്യാണമേ വേണ്ട. അതെന്താ വേണ്ട സ്വാമി? കല്യാണം മനസമാധാനത്തോടെ ജീവിച്ച് മരിക്കട്ടെ, എന്തായാലും മരിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് സ്വപ്നം ഉണ്ടായിപ്പോയാൽ ആ സ്വപ്നത്തിൽ കൂടെ അങ്ങ് ജീവിച്ചു പോകണതാണ് നല്ലത്. നമ്മൾ പിള്ളേരെ എടുത്തുകൊണ്ട് ഓടണ്ടല്ലോ ആശുപത്രിയിലും നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കാനും പിന്നെ MBBS ഒക്കെ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കി പോയി കഴിഞ്ഞ് അവസാന കാലം ദുരിതപ്പെട്ടിരിക്കണ്ടല്ലോ എന്ന് പറയുന്ന ആൺപിള്ളേരും ഉണ്ട്. എന്തായാലും ഇവിടെ ഈ പയ്യന് കല്യാണത്തിൻ്റെ കാര്യത്തിൽ അമ്മയായിട്ട് സംസാരിച്ച് പറഞ്ഞു, അവന് വിവാഹം എന്തുകൊണ്ടാണ് ഇവളോടുള്ള ഒരു ഇഷ്ടമാണെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും വിവാഹത്തോട് കുഴപ്പമില്ല, അവൻ ഇപ്പോൾ അവർ സൗഹൃദത്തോടെ കുറച്ചു കാലം ജീവിക്കട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ ഈ ചേച്ചിയുടെ ഭർത്താവ് അവനുമായിട്ടുള്ള ആത്മബന്ധം ഭീകരമായ ആത്മബന്ധമാണ്. എല്ലാ കാര്യങ്ങളും അവന് വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ ഇവൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കും, ഇവളുടെ വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ അവളും അവനും വസ്ത്രം എടുത്തു കൊടുക്കും, അവനിഷ്ടപ്പെട്ടത് ഇവനിഷ്ടപ്പെട്ടത് എല്ലാം ആ പയ്യൻ്റെ എല്ലാം ഇവളിലൂടെയാണ് നടക്കുമ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, ചേട്ടൻ എന്താണ്? ചേട്ടൻ അവനോട് അത്രയും വലിയ ഇഷ്ടത്തിന് കാരണം എന്താണ്? എനിക്ക് ഈ പ്രായത്തിൽ എൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ എൻ്റെ അമ്മയ്ക്ക് പിറന്നതല്ലെങ്കിൽ പോലും അമ്മയുടെ അനിയത്തിക്ക് പിറന്നതാണ്, അവൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. എനിക്കിവനെ കാണുമ്പോൾ അവനായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് അവനോട് ഭയങ്കര ബന്ധമാണ്. എൻ്റെ ജീവിതത്തിലുടനീളം അവൻ എനിക്ക് വേണമെന്നുണ്ട്. നീ അവനെ കല്യാണം കഴിച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാവും, നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ താമസിക്കാം. നല്ല ബാങ്കിൽ നല്ല ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, അവളുടെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് കുട്ടിയുടെ ലോകത്ത് കൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യപത്ര ബന്ധത്തിൻ്റെ ദൃഢത അവിടെ നശിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അതിനുള്ള അവസരങ്ങളില്ലാതായി. കുട്ടി സഹോദരി കംപ്ലീറ്റ് കുട്ടിയുടെ കൂടെയും ഭർത്താവ് മുഴുവൻ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമായി മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, ഇയാൾ കൈ കടത്തുന്നത് ഇയാളോട് ചോദിച്ചിട്ട് മാത്രം എന്തും അയാൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥത തുടങ്ങി. നീ എൻ്റെ ചേട്ടനൊക്കെ ശരിയാണ്, പക്ഷേ നീ എല്ലാ കാര്യങ്ങളും അയാളോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ അവനോട് ചോദിച്ചത്? അവനത് വലിയ വിഷമമായി. അത് ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ പോന്നു, ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മകൻ അപകടത്തിൽ മരിച്ചു, അവനോടൊരു ഇഷ്ടമാകാം, താല്പര്യമാകാം, പക്ഷേ എല്ലാ കാര്യങ്ങളും അവൻ ഇടുന്ന വസ്ത്രം പോലും ചേട്ടനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കെന്താണ് അവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം? ശരിയല്ലേ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് ഞാൻ പറയുന്നതില്ലേ കേൾക്കാൻ, എൻ്റെ ഇഷ്ടങ്ങൾക്കല്ലേ സ്ഥാനം. എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അല്ലു. നിങ്ങൾ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു, ഞാൻ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. അവൻ ഇത്തിരി സ്ത്രൈണഭാവമല്ല, അവൻ ഇത്തിരി നാണം കുടുങ്ങി തന്നെയാണ്. അവന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരുത്ത ഇടാന്ന് വിളിച്ചാൽ കുനിഞ്ഞു നിന്ന് ഇടിക്കുന്നവനാണ് എനിക്ക് വേണ്ടത്. അത് വേണ്ട, ശരി പോട്ടെ. അവനൊരു ഭീരുവാൻ പാടില്ലല്ലോ, അവൻ്റെ ആണത്വത്തോട് ജീവിക്കണ്ടേ. അവൻ്റെ ഈ അപാരമായ സൗന്ദര്യമല്ലല്ലോ എനിക്ക് വേണ്ടത്. സൗന്ദര്യം മാത്രമല്ല, ഒരു ആണത്വം വേണ്ടേ അവന്. അതവനില്ലാതെ പോയല്ലോ, ഞാൻ അവനെ ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. കുറേ ദിവസത്തേക്ക് ഇവനെക്കുറിച്ച് ഒരു വിവരമില്ല. ഇവന് മെൻ്റലി വലിയ പ്രശ്നമായതുകൊണ്ട് അവന് യാത്ര പോകണം എന്ന് പറഞ്ഞു പോയി. ആ പോയ സമയത്തെല്ലാം ഈ ചേട്ടൻ വളരെ അസ്വസ്ഥനായി. ഈ പെൺകുട്ടിയോട് പറഞ്ഞു, അവന് വലിയ വിഷമമായി. അപ്പോൾ ഇയാൾക്ക് ഈ പെൺകുട്ടിയുടെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം, ആ കുട്ടി നല്ല മിടുക്കി പെൺകുട്ടിയാണ്. അവൾ എൻ്റെ അടുത്ത് എന്നെ സംസാരിച്ചു, പറഞ്ഞു, സ്വാമി എനിക്ക് ഇവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അതുമല്ല എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് വലിയ ശാരീരിക അടുപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കുടുംബ ബന്ധം അത്ര ഭംഗിയല്ല, ശിഥിലമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവനുമായിട്ടുള്ള ബന്ധത്തിനകത്തും എനിക്ക് വലിയ സംശയമുണ്ട്. എന്തായാലും ഞാൻ അവനെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ചേച്ചിയുടെ ജീവിതം ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഇവരുടെ ജീവിതം എന്തായിത്തീരുമെന്നതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ പോവാണ്. സ്വാമി അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊരു ഇന്നത്തെ കാലമല്ലേ, പിന്നെ ഹോമോസെക്ഷൽ ലൈഫൊക്കെ ഒരുപാടുണ്ട്, ലെസ്ബിയൻസ് ലൈഫ് ഒരുപാടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തിൽ ഈ ലോകത്തിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊക്കെ പോകണോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല സ്വാമി, അങ്ങനെ അങ്ങ് വിട്ടാലുണ്ടല്ലോ, എൻ്റെ ചേച്ചി അവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പോൾ ഇവനെക്കുറിച്ച് എനിക്കൊന്ന് പഠിക്കണം, എന്തായാലും ഞാൻ അവനൊന്ന് അടുത്ത് ഇടപഴകാൻ പോവുകയാണ്. ഞാൻ എങ്ങനെ, അതെനിക്കറിയാലോ സ്വാമി, ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, അവൻ്റെ ശീലങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവൻ നൃത്തം പഠിച്ചിട്ടുണ്ടോ? ഇവൻ നൃത്തം പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവൻ നൃത്തം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരു പെണ്ണ് ഞാൻ കണ്ടുപിടിച്ചു ഇവനെ. എന്നിട്ട് ഇവനെ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിദേശത്തൊക്കെ ഇവൻ ഡാൻസ് പഠിക്കാൻ പോയിട്ട്, അത് ചേട്ടൻ അറിയത്തില്ലേ? ഞാൻ ചോദിച്ചു, അത് നിങ്ങളുടെ ചേട്ടൻ അറിയത്തില്ലേ? അതൊന്നും അറിയത്തില്ല, പക്ഷേ ഇവന് ജോലി ഉണ്ടെന്നാണ്, ബാങ്കിൽ ജോലി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ജോലിയുണ്ട്. അങ്ങനെ അവൻ ഒരു ഘട്ടത്തിൽ വെച്ച് ഇവനെ ഈ നൃത്തവും പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ച മറ്റേ പെൺകുട്ടി ഈ ചേട്ടനെ കണ്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഉള്ള സൗഹൃദം കാണണം, എനിക്ക് അവനുമായിട്ടുള്ള സൗഹൃദം പോയി, അവനൊരാണല്ല, അതുകൊണ്ട് ഞാൻ അവനെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടിയിൽ കണ്ടത് ഒരു വാശിയാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇത് എന്തോ ഇതിനകത്ത് ഒരു ശാരീരികമായ ഒരു വൈകല്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബ പശ്ചാത്തലങ്ങളിൽ മനുഷ്യൻ എത്ര പെട്ടെന്നാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇല്ലേ, ഒരു സ്കൂൾ അധ്യാപകൻ 10-17 പെൺകുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നു. കൊച്ചു കുട്ടികളെ, ഒരു 10-14 വയസ്സുള്ള പെൺകുട്ടികളെ. ഇവനെയൊക്കെ സാറെന്ന് പറയാൻ പറ്റൂ? ശാരീരികമായ ആവശ്യതയ്ക്ക് വേണ്ടി അവൻ ബോധം മറന്നു പോകുന്നല്ലോ. അവൻ തുണി കൊണ്ട് മുറം മറപ്പിച്ച് ഇവരെയൊന്നും മുഖം മറയ്ക്കാൻ നിന്നു കൊടുക്കരുത്, സമൂഹത്തിൽ കാട്ടിക്കൊടുക്കണം. ഇവിടെ സംഭവിച്ചത് അതാണ്. ആ ചേച്ചിയുടെ ഭർത്താവും ഈ പയ്യൻ തമ്മിലുള്ള അരുതാത്ത ബന്ധം. ചെറുപ്പക്കാരാണ്. ഇതെങ്ങനെ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാത്ത. ഞാനിത് തുറന്ന് പറയാൻ തന്നെ എനിക്ക് മടിയാണ്. നല്ല നല്ല സൗഹൃദങ്ങൾ, നല്ല നല്ല പെൺകുട്ടികൾ. നിങ്ങൾ ഈ പെൺകുട്ടികൾ, ആ പെൺകുട്ടി എന്തൊരു മിടുക്കിയാണ്. അപ്പോഴാണ് ഇയാളുടെ കമ്പ്യൂട്ടറിലോട്ട് കയറി, ഇവരുടെ ഫേസ്ബുക്കിലോ ഇവരുടെ സ്വകാര്യ ആപ്പിലൊക്കെ കയറി നോക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോയി. ഞാനൊന്ന് കണ്ടതേ ഉള്ളൂ. എന്തൊരു വൈകൃതങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ഒരു പുരുഷനെ എങ്ങനെയാണ് പുരുഷന് സ്ത്രീയായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നത്? ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ മറ്റൊന്നായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നത്? ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. വിവാഹം കഴിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ പറ്റുന്ന പൊരുത്തക്കേടുകൾ, നമ്മൾ ജാതക പൊരുത്തം നോക്കി മാതാപിതാക്കൾ കുട്ടികളുടെ കല്യാണം കഴിയുന്നില്ല, കല്യാണം നടക്കുന്നില്ല, 10-36 വയസ്സായി. എൻ്റെ അടുത്ത് ഡെയിലി ഞാൻ എപ്പോൾ ഫലം പറയുമ്പോഴും ഒരു 4 അമ്മമാരെങ്കിലും വരും, അച്ഛനമ്മമാരെങ്കിലും വരും. പയ്യന് കല്യാണത്തിന് താല്പര്യമില്ല. അവരുടെയൊക്കെ കല്യാണ താല്പര്യങ്ങൾ പ്രസവിച്ച് കൊച്ചിനെ വളർത്തി അങ്ങനെ ഒരു സൂരോലുപതയിൽ അവരുടെയൊക്കെ ജീവിതം സൂരോലുപതയായിട്ട് ജീവിക്കാനും ഇഷ്ടം. അല്ല, ഇതൊന്നുമല്ല. അപ്പോൾ ലോകം മാറിപ്പോയി, കാഴ്ചപ്പാടുകളും മാറി. എന്തായാലും നമ്മുടെ ഈ പെൺകുട്ടി കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവനും അയാളും ചേട്ടയുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഇത് എൻ്റെ ചേച്ചി അറിയിക്കും. അപ്പോൾ ഞാൻ അറിയിച്ച ചേച്ചിയുടെ മാനസികാവസ്ഥ. അപ്പോൾ പറഞ്ഞു, അതങ്ങനെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല സ്വാമി, നമ്മൾ അറിയിച്ചേ പറ്റുള്ളൂ. എനിക്ക് അവളെ അറിയിക്കണം. ഇയാളുടെ ഈ കള്ളത്തരം, ഇയാളുടെ കപട സ്നേഹം, എന്നിട്ട് അവനോട് പെരുമാറുന്ന രീതികൾ, ഇവളോട് പെരുമാറുന്ന, കാരണം സ്ത്രീകളോട് വെറുപ്പാണ് അവർക്ക്. എന്തായാലും ആ പെൺകുട്ടി ആ ചേച്ചിയോട് ഇത് അവതരിപ്പിച്ചപ്പോൾ നിസ്സംഗമായ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ജഡത്തോട് കാര്യം പറയുന്നത് പോലെ അവളത് മുഴുവൻ കേട്ടിരുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ മാതൃകാ ദമ്പതിമാരാണ്. ബാങ്കിലെ ഏറ്റവും മികച്ച മാതൃകാ ദമ്പതിമാരായിട്ട് ജീവിക്കുന്ന 2 പേർ, അതിനുള്ള അവാർഡ് കിട്ടിയത്, ഉത്തമ ദമ്പതിമാർക്കുള്ള അവാർഡ് മേടിക്കുന്ന 2 പേർ. എത്രയോ കാലമായി ഞങ്ങളൊന്ന് ഒരുമിച്ച് കിടന്നിട്ട് ഒരു പുരുഷൻ്റെ സ്പർശം അറിഞ്ഞിട്ട് എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ കുഞ്ഞാണ്. ചെവി കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത എൻ്റെ കുട്ടി എന്തായിത്തീരും? അയാൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് സമൂഹത്തിന് മുമ്പിൽ എൻ്റെ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവൾ ജീവിച്ചു വരുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു അച്ഛനെ വേണം. അവൾ ഇങ്ങനൊരു വൈകല്യമുള്ള കുട്ടിയാണ്. ആ വൈകല്യമുള്ള കുട്ടിക്ക് വേണ്ടി ഞാൻ പണം സമ്പാദിക്കണം. അങ്ങനെ വൈകല്യമുള്ള കുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു കുഞ്ഞിനെ വേണം. എൻ്റെ ജീവിതം ഞാൻ ഹോമിച്ച് കളഞ്ഞു, ഞാനതെന്നേ കളഞ്ഞു. നീ അതുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ ആ സഹോദരി ആ അനിയത്തിയോട് പറയുമ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, സ്വാമി നമുക്ക് എന്താണ് ഇതിനകത്തൊരു രക്ഷ? ഞാൻ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, അവർ പറഞ്ഞതാണ് ശരി. എന്ത് ശരിയാണ്? എന്താണ് ശരി? കാണാൻ, ചെവി കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു അച്ഛൻ പുരുഷബന്ധമുണ്ടെന്ന് പറയാൻ, ഇത് എൻ്റെ ഭർത്താവിന് ഒരു പുരുഷനുമായിട്ടാണ് ബന്ധം, ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഏൽക്കുന്ന അപമാനം, ആ ആഘാതം നമ്മളത് ആലോചിച്ച് നോക്കൂ. അവൾ ജീവിച്ചിരിക്കുന്നത്, അവൾ പറയും ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടതാണ്, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ വെറുപ്പാണ് സ്വാമി എനിക്ക് വിവാഹത്തോട്, എനിക്ക് ലോകത്തോട് തന്നെ വെറുപ്പാണ് സ്വാമി. ഞാനിത് DNA പറയുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, സ്വാമി ഇത് പറയണം.
എന്തൊരു നീചനാണ്, എനിക്ക് അയാളെ കാണുന്നത് തന്നെ വെറുപ്പാണ് സാർ. പക്ഷേ അയാൾ ആൾക്കോട് സംസാരിക്കുന്നതോ എന്ത് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് എൻ്റെ അടുത്ത് ഓഫീസിലെ പലരും പറയും, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്ന പുണ്യം തന്നെയാണെന്ന് ഈ ഭാര്യ ചേച്ചിയെടുത്ത് പലരും പറയും. എന്താണ് പുണ്യം ഇവിടെ? എന്താണ് പാപം? ഇവരൊക്കെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം അനുഭവിച്ചേ പറ്റൂ, അതാരായാലും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് പറയേണ്ടി വന്നതിൽ ഞാൻ സ്വയം ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ഈ കാലഘട്ടത്തിൻ്റെ മുമ്പിൽ, ഈ കാലത്തിന് മുമ്പിൽ നമ്മൾ മാപ്പിരക്കണം. കാരണം ഇതെന്തൊരു ലോകമാണ്. ഈ ലോകത്തെല്ലാവരോടുമൊപ്പം നമ്മളും ആരും അറിയാതെ ഒരു വശത്തും കൂടെ ജീവിച്ചു പോകണം. ജീവിച്ചു പോയി ദൈവത്തിൽ പോയി ലയിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പലതും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നു. നമ്മൾ കാണാത്തത് പലതും നമ്മൾ കാണേണ്ടി വരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുമായിട്ട് ആരുടെ മുമ്പിലും ഞാൻ ചെന്ന് പെടാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് എനിക്ക് വളരെ ദയനീയമാണ്. എനിക്ക് ആ പെൺകുട്ടിയുടെ മുഖം, നിസ്സഹായായ സഹോദരിയുടെ മുഖം ഒന്നും അറിയാതെ സൃഷ്ടിച്ച് കളഞ്ഞപ്പോൾ, എന്നാൽ അയാൾക്ക് ഇതിനു മുമ്പ് പുരുഷബന്ധം ഉണ്ടായിരിക്കുമല്ലോ, അയാളുടെ നല്ല ഊർജ്ജമെല്ലാം മറ്റാർക്കും ഒക്കെ പുരുഷന്മാർക്ക് കൊടുത്തിട്ട് അതിൽ ശേഷിക്കുന്ന ഊർജ്ജം ഈ പെൺകുട്ടിയിലേക്ക് കൊടുത്ത് കേൾക്കാത്ത, ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയെ ഈ കുഞ്ഞിൽ സൃഷ്ടിച്ച് അവരെങ്ങനെയാണ് ബാങ്കിൽ പോയിരുന്ന്, അവരെങ്ങനെയാണ് ഒരു നല്ല സാരി ഉടുക്കുന്നത്, ഒരു നല്ല പൂ വയ്ക്കുന്നത്, അവരെങ്ങനെയാണ് ഒരു നല്ല പാട്ട് കേൾക്കുന്നത്? നമുക്കങ്ങനെ ചിന്തിച്ചുകൂടി? ദയനീയവും ദാരുണമായ ഇത്തരം ദാമ്പത്യ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മുമ്പിൽ നമ്മൾ അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രമേ നമുക്ക് കഴിയൂ. അങ്ങനെയല്ലേ നമുക്ക് കഴിയുള്ളൂ. എന്തെല്ലാം വാർത്തകളാണ് ഞാനിങ്ങനെ കേൾക്കുന്നത് അനുഭവിക്കുന്നത്. ഞാൻ ആ പെൺകുട്ടിയോട് അവസാനം ചോദിച്ചു, മോളെ നീ വിവാഹം കഴിക്കുന്നുണ്ടോ? ഒരു നല്ല ആണിനെ, നട്ടലുള്ള ആണിനെ എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാനും, ഒരുത്തനെ നമ്മളെ തല്ലാൻ വന്നാൽ അവൻ്റെ കൈമുടുക്കി അവൻ്റെ നാഭിയിൽ ചവിട്ടുന്ന ഒരുത്തനെയാണ് സ്വാമി എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹം. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ സ്വാമി എന്നോട് പറയൂ എന്ന് പറഞ്ഞ് അവൾ തൊഴുതുകൊണ്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.